അപ്പോൾ ഹലോ എവറി വൺ. അപ്പോൾ എക്സാം വിന്നർ ഫാമിലിനെ നമ്മൾ എവിടെ കൊണ്ടുവന്നത്? കോഴിക്കോട് ബീച്ച്. അപ്പം എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയണേ, വെറുതെ കൊണ്ടുവന്നല്ല. നിങ്ങൾക്കറിയാം കോഴിക്കോട് ബീച്ച് എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള സ്ഥലമാണ്. പക്ഷേ മിസ്സിനറിയാം, മിസ് ഇവിടെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ സ്പെഷ്യലി അറിയാം, ഒരു ലിമിറ്റ് കഴിഞ്ഞ് തിരക്ക് കൂടി കഴിഞ്ഞാൽ എന്താ ഓവർ ക്രൗഡഡ് ആവും. ആ ഫീലും പോവും, ക്വാളിറ്റി പോവും. അപ്പോൾ എന്തിനാണ് അലൻസർ ഈ അനാലജി പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മുടെ ഉയരെ ബാച്ച്, ഓക്കെ, +2-ന് വേണ്ടിയിട്ടുള്ള എക്സാമിനർ ഉയരെ ബാച്ച് ഡീറ്റെയിൽസ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അവർക്കുള്ള ബാച്ച്, നിങ്ങൾക്കുള്ള നിങ്ങളുടെ +2-ന്റെ ബാച്ചും ഏകദേശം സീറ്റ് ഫുൾ ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 200 സീറ്റ്സ് ആണ്. നിങ്ങളിപ്പോൾ ഈ കാണുമ്പോൾ ബാക്കി ചിലപ്പോൾ 100 സീറ്റ്സ്, 1800 കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. 200 സീറ്റ്സേ ഉള്ളൂ, നമ്മൾ വെറുതെ പറയല്ല. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴേക്ക് ചിലപ്പോൾ ഫുൾ ആയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മളുടെ കൂടെ +2 പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ, അല്ലല്ലോ സർ? യെസ്. അപ്പം നിങ്ങൾ നമ്മളോട് ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നമുക്ക് കോഴിക്കോട് ബീച്ച് കൂടെ നടന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാം. അപ്പം നിങ്ങൾക്ക് +2-ലെ സിലബസ് അർച്ചന മിസ് പറഞ്ഞിട്ടുണ്ടാ, നമ്മുടെ ബീച്ച് പോലെയാണ്, കുറേ മണ്ണുണ്ട്, എല്ലാം പെറുക്കാൻ നിന്നാലെന്താ നടക്കൂല. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് പ്ലാനിങ് എക്സാമിനർ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫുൾ സിലബസ് ഓൾറെഡി ആപ്പിലുണ്ട്, നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അപ്പം ഏത് ദിവസം എന്ത് കാണണം, എത്ര സമയം കാണണം, ഏത് ടോപ്പിക്ക് കണ്ടിട്ട് വരണം എന്നൊക്കെ പറഞ്ഞുതരും. അപ്പം എന്തിനാണ് ഈ വരേണ്ടത് പഠിച്ചിട്ട്? അപ്പം എല്ലാ ദിവസവും മൺഡേ ടു ഫ്രൈഡേ ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. അപ്പം എത്ര സമയമാണ് മിസ് തന്നെ പറഞ്ഞു കൊടുത്തോ? 1.5 hour ഡ്യൂറേഷൻ മിനിമം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. അതും ഡെയിലി ഉണ്ടാവും. നിങ്ങൾ കാണേണ്ട ക്ലാസ്സസ് ഒക്കെ കണ്ടു വന്നിട്ട് അതിന്റെ ഡിസ്കഷൻ ആയിരിക്കും നമ്മൾ ഈ ലൈവ് ക്ലാസ്സിൽ ഉണ്ടാവുക. ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ചുമ്മാ സംസാരിച്ച് പോകുന്നില്ല, നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യും, നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യും, ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ 1 hour നമ്മൾ പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യം ക്വസ്റ്റ്യൻസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ½ hour നമുക്ക് എന്താ നിങ്ങളുടെ ഡൗട്ട്സ് സോൾവ് ചെയ്യുക. ഇനിയിപ്പോൾ ആ ഡൗട്ട്സ് സോൾവ് ചെയ്ത് നമ്മളെന്താ വേറെ എക്സ്ട്രാ ക്ലാസ്സസ് വെക്കും. നമ്മൾ മിനിമം ആണ് ഈ 5 days per week പറയുന്നത്, മൺഡേ ടു ഫ്രൈഡേ ഒക്കെ പറയുന്നത്. ഇനി ഏതൊരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ അതിലെ ഡൗട്ട്സ് നിങ്ങളെ വെച്ചുകൊണ്ടിരിക്കില്ല, നിങ്ങൾ അത് ക്ലിയർ ചെയ്തിട്ട് മാത്രമേ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നുണ്ടാവുള്ളൂ. അത് ഞങ്ങൾ എന്തായാലും ഉറപ്പുവരുത്തും. അപ്പോൾ അതുപോലെ നമുക്ക് എന്താ ഫുൾ ഡെയിലി പഠിച്ച് നമ്മുടെ +2 സിലബസ് അടിപൊളിയായിട്ട് ഫുൾ മാർക്ക് മേടിക്കണമെങ്കിൽ എന്താ നമുക്ക് ആ പ്ലാൻ ഫോളോ ചെയ്താലേ പറ്റുള്ളൂ. അത് നമുക്കെന്താ വെറും 6 മാസമേ ഉള്ളൂ. ഇനി ഇതൊന്നും പോരാതെ നമുക്ക് എന്താ ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലം, DPPന്റെ ഷീറ്റ്സ്. ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു സെഷനിൽ എന്തൊക്കെ പഠിച്ചോ അതിന്റെ ആയിരിക്കും. ഇപ്പം മാത്സിന്റെ എക്സാമ്പിൾ എടുക്കുക, നിങ്ങൾ പഠിച്ചു വന്നു, ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്തു, എന്നിട്ട് എല്ലാം മനസ്സിലായി. പക്ഷെ അതുപോലെ നിങ്ങൾക്ക് എക്സാം 6 മാസം വരെ തലയിൽ സ്റ്റോർ ചെയ്ത് നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ DPP ഞാൻ തരും. എന്നിട്ട് DPP തന്നിട്ട് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്താൽ ഹോംവർക്ക് അന്ന് വിടില്ല, നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് അടുത്ത ദിവസം ഉണ്ടാവും അതിൻ്റെ വീഡിയോ സൊല്യൂഷൻസ് തരും. ഓരോ ക്വസ്റ്റ്യൻസ് അത് 10-30 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ അതിനെന്താ നിങ്ങൾ എക്സാമിന് വരാൻ പോകുന്ന ആ 30 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ എന്താ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിലുണ്ടാവും, പിന്നെ ബയോളജിക്ക് മിസ്സുള്ള എല്ലാ ഹെൽപ്പും തരും. ഓക്കെ, അപ്പോൾ അത് പോരാതെ, ഇതൊക്കെ പോരാതെ നിങ്ങൾക്ക് DPP ഉണ്ട്, ഡെയിലി ലൈവ് ക്ലാസ് ഉണ്ട്, റെക്കോർഡ് ക്ലാസ് ഉണ്ട്. നമ്മളൊരു പുതിയ സർപ്രൈസും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉയരെ ബാച്ചിൽ. മിസ് മറന്നോ? മിസ് ഇതാണ്, മിസ് ടേക്ക് എടുക്കുമ്പോൾ എല്ലാ മാർക്കും ഒന്നുമില്ല, നമ്മൾ മലയാളവും ഹിന്ദിയും ഉയരെ ബാച്ചിൽ ഫ്രീ ആയിട്ട് ഓർമ്മയുണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്ത് ഒരു എക്സ്ട്രാ കോസ്റ്റിലാണ് നിങ്ങളെന്താ ആ +1 എക്സാമിൻ്റെ സമയത്ത് ഫുൾ സപ്പോർട്ട്, ഫുൾ പവറോടെ സപ്പോർട്ട് ഇംഗ്ലീഷിനും കാണിച്ചു, മലയാളത്തിനും കാണിച്ചു, ഹിന്ദിക്കൊക്കെ കാണിച്ചു. അപ്പോൾ നമ്മളെന്താ ഈ സപ്പോർട്ട് കണ്ടതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത് നമ്മുടെ കുട്ടികൾക്ക് എഫക്റ്റീവ് ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതുകൊണ്ട് തോന്നിയോണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ അത് UYAREയിൽ ഇൻക്ലൂഡ് ചെയ്തത്. അതും ഒരു എക്സ്ട്രാ കോസ്റ്റും ഇല്ലാണ്ടാണ്. അപ്പം നിങ്ങളിപ്പോൾ UYARE ബാച്ച് ജോയിൻ ചെയ്ത് ഞങ്ങൾ നാളെ ഒരു പുതിയ ഫീച്ചർ പറയുകയാണ്, ഞങ്ങളെന്താ മറ്റേ ഫീച്ചർ ഉണ്ട്, ഈ കാര്യങ്ങൾ ക്ലാസ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഒരു എക്സ്ട്രാ പൈസ മേടിക്കാൻ നമ്മൾ മൊത്തം കാര്യങ്ങൾ തരും. അതിപ്പോൾ എക്സാമിനറുടെ പോളിസി അങ്ങനെയാണ്. നിങ്ങളിപ്പോൾ +2 ബാച്ച് ജോയിൻ ചെയ്താൽ +2ൻ്റെ എല്ലാ കാര്യങ്ങളും കിട്ടും. നമ്മൾ നാളെ വേറെ അറബിക് ആഡ് ചെയ്യണമെങ്കിലും മറ്റേത് ആഡ് ചെയ്യണമെങ്കിലും ഇത് ആഡ് ചെയ്യണമെങ്കിലും എല്ലാം ഉണ്ടാവും. ഒരു എക്സ്ട്രാ പൈസ പോലും മേടിക്കില്ല. അത് ഈ 5,999 എന്നുള്ള ഈ പൈസ നിങ്ങൾക്ക് എല്ലാ സബ്ജക്ട്സും ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് ധൈര്യത്തോടെ പറയാം, എല്ലാ സബ്ജക്ട്സിനും റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, കമ്പ്യൂട്ടർ സയൻസിന് ലൈവ് ക്ലാസ് ഡെയിലി ഉണ്ടാവും. അതുപോലെ DPP ഉണ്ടാവും. പിന്നെന്താ നിങ്ങൾക്ക് അവസാനത്തെ 1-2 മാസം ചിലപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കും, ചിലപ്പോൾ ഫുൾ സിലബസ് ഉണ്ടാവും. ഇന്റൻസ് റിവിഷൻ ഉണ്ടാവും. ഓക്കെ, ഇന്റൻസ് റിവിഷൻ. അപ്പോൾ അലക്സ് സാറിനൊക്കെ നിങ്ങൾക്ക് 12 മണിക്കൂർ എടുക്കാം, മിസ്സിന് 10.5 മണിക്കൂർ എടുക്കാം, കിരൺ സാറിന് എനിക്കൊക്കെ ദിവസം മൊത്തം എടുക്കാനും പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഫുൾ പഠിപ്പിച്ച് നിങ്ങളെ ഫുൾ മാർക്ക് മേടിപ്പിക്കും. സിമ്പിൾ കാര്യമാണ് ഈ ഫുൾ മാർക്ക് മേടിക്കാൻ. പക്ഷെ നമുക്ക് എന്താ ടൈം കൺസ്ട്രെയിൻ ഉണ്ട് അല്ലേ? നമുക്ക് ഈ 6 മാസം മിസ് ആ ടെൻഷനൊക്കെ അങ്ങ് മേടിച്ചെടുത്തോളും.
അപ്പം അതിനുള്ള മൊത്തം ഹെൽപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അത് നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസം ഉണ്ടെന്ന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്ര സപ്പോർട്ട് യൂട്യൂബിലും കാണിച്ചത്, ഇത്ര സപ്പോർട്ട് നിങ്ങൾ എന്താ ഒരേ ബാച്ചിലും കാണിച്ചത്. അപ്പം യോധ സീരീസിലും എൻ ഗെയിമും നിങ്ങളെന്താ യോധ സീരീസ് നമ്മൾ തുടങ്ങിയപ്പോൾ വെറുതെ ഒരു റിവിഷൻ ബാച്ച് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ തരുന്നുള്ളൂ. പിന്നെ ഡെയിലി ലൈഫ് ക്ലാസ് ആയി എൻ ഗെയിമായി നിങ്ങൾക്ക് വേറെ എക്സാം ഷീറ്റ്, മറ്റേ ഷീറ്റ്, സ്പ്രിന്റ് എക്സാം, ടൈം ടേബിൾ എല്ലാം തരും. ബാഹുബലി സീരീസും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. എക്സാമിനർ ഇനി കൂടി നിങ്ങൾക്ക് എക്സ്ട്രാ കാര്യങ്ങൾ തന്നുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ +2 യൂട്യൂബിൽ ക്ലാസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോട് ഇതേയുള്ളൂ പറയാൻ. യൂട്യൂബിൽ കുറച്ച് ക്ലാസ്സസ് ഉണ്ടാവും. നിങ്ങൾക്ക് സ്ട്രാറ്റജി ഉണ്ടാവും, ടിപ്പും അങ്ങനത്തെ നമ്മൾ പറ്റുന്ന കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, നമ്മൾ ഫ്രീ ആയിട്ട് തരുന്ന പറ്റുന്ന എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ കുറച്ച് റിവിഷൻ ക്ലാസ്സസും തരും. പക്ഷേ ഫുൾ സിലബസ് നമുക്ക് എന്താ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് തരാൻ പറ്റില്ല. ഓക്കെ, പറ്റുക നമ്മൾ തരുമായിരുന്നു. നമുക്ക് എല്ലാവർക്കും പറ്റുന്ന അത്രയും കണ്ടന്റ് എടുക്കണം. ഇപ്പോൾ മിസ് ഇവിടെ വന്നപ്പോൾ തന്നെ എന്താ കുറേ കുട്ടികൾ അയൽ സാറിന് മിസ്സിനെ കണ്ടിട്ട് വെച്ചു, എക്സാമിനറുടെ മിസ്സല്ലേ മിസ് ഇംഗ്ലീഷ് ഹെൽപ്ഫുള്ളായി, മലയാളം ഹെൽപ്ഫുള്ളായി, ഹിന്ദി ഹെൽപ്ഫുള്ളായി എന്നൊക്കെ പറഞ്ഞു, ബയോളജി ഹെൽപ്ഫുള്ളായി എന്നൊക്കെ പറഞ്ഞു. അത് കാണുമ്പോൾ മിസ്സിൻ്റെതാ ഞാൻ വേണമെങ്കിൽ ഇതാ ക്ലിപ്പ് ഇട്ടേരാ ഒരു കുട്ടി വന്ന് സംസാരിക്കുന്നതിൻ്റെ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ മിസ്സിന് ഞങ്ങൾക്ക് അതാണ് സന്തോഷം. കേരളം മൊത്തം പഠിക്കണം, അതും വെറും ക്ലാസ്സസ് വെച്ചിട്ട് ഫുൾ മാർക്ക് കിട്ടുന്ന ബെസ്റ്റ് ക്ലാസ്സസ് വെച്ചിട്ട്. അത് ഒരുപാട് പൈസ കൊടുത്തല്ല നിങ്ങളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫീസിലായിരിക്കും നിങ്ങളെ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ ഫീസൊക്കെ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് മാത്രമല്ല, നമുക്കിപ്പോ കുറെ ക്യാമറയുടെ കാര്യങ്ങൾ, ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ. ഇപ്പൊ സൂം നിങ്ങൾക്കറിയാം അല്ലേ, സൂമിൽ 100 ആൾക്കാർ ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് 2000 സ്റ്റുഡൻസ് ഉണ്ട്. സൂം, ക്യാമറ, സ്റ്റുഡിയോ, മറ്റേത് മറിച്ച് അതിന് കോസ്റ്റ് കവർ ചെയ്യാനുള്ള വേറെ കാര്യങ്ങളാണ്. നിങ്ങളിപ്പോൾ വേറെ എവിടെയെങ്കിലും ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് പോയാലും ഇത്രയും നല്ല ടീച്ചേഴ്സ്, ഇത്രയും നല്ല ക്ലാസ്, ഇത്രയും ഡെയിലി ക്ലാസ്സസും ഇത്രയും റെക്കോർഡ് ക്ലാസ്സസും എല്ലാം കിട്ടണമെങ്കിൽ ഒന്നും ഈ പ്രൈസിൽ കിട്ടില്ല. ഞങ്ങൾക്ക് ആകെ വേണ്ടത് നിങ്ങൾക്ക് ബെസ്റ്റ് മാർക്കും ബെസ്റ്റ് കാര്യങ്ങളും ഏറ്റവും അഫോർഡബിൾ ആയ റേഞ്ച് കിട്ടണം. അപ്പൊ ഈ ഒരു മിനിമം പ്രൈസിന് നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് ആണോ? അല്ല. അതൊരു മാസ്റ്റർ ഫീ ആണോ? അല്ല. നിങ്ങൾക്ക് ഈ ഒരു ഫുൾ കോഴ്സ്, നിങ്ങളുടെ +2 കംപ്ലീറ്റ് കോഴ്സ് ചെയ്യുന്നത് വരെയുള്ള ആ ഒരു ഫീ ആണ് നമ്മളുടെ ഈ വെറും 6000 എന്ന് പറയുന്നത്. ഇനിയിപ്പോ കൊറോണ വന്നിട്ട് 2 മാസോ അപ്പൊ നിങ്ങൾക്ക് എക്സ്ട്രാ ഫീ വേണം? അങ്ങനെയല്ല. നിങ്ങളുടെ കോഴ്സ് കഴിയുന്നെന്ന് പറഞ്ഞാൽ ആ നിങ്ങളുടെ എക്സാം കഴിയുന്നത് വരെ നമ്മൾക്ക് പറ്റുന്നതൊക്കെ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ അതിനൊന്നും എക്സ്ട്രാ ഫീ ഇല്ല. അപ്പൊ അതല്ലാതെ നമ്മളൊരു കുഞ്ഞ് സർപ്രൈസ്, കുറച്ച് സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പറ്റുന്നൊക്കെ ഞങ്ങൾ ചെയ്തൊരു ഉയരെ ബാച്ച് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കുറച്ച് സർപ്രൈസസ് ഒക്കെ ഉണ്ട്. അതിപ്പോ പറയാനായില്ല, അലക്സ് സാർ നമ്മളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതന്നെ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കമന്റ്സിൽ പറയാ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് ഉയരെ ബാച്ചിൽ ജോയിൻ ചെയ്യണോ, പിന്നെ വേറെ എന്തൊക്കെ എക്സ്ട്രാ വീഡിയോസ് ആണ് വേണ്ടത്. അതുപോലെ മിസ്സിന് നമുക്ക് ബീച്ചിലും കോഴിക്കോട് ഇങ്ങനെ ഓരോ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കഴിപ്പിക്കുന്നതിന്റെ വ്ളോഗിങ്ങും അങ്ങനത്തെ വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ, കുറച്ച് വെക്കേഷൻ ടൈം അല്ലേ, അപ്പോൾ കുറച്ച് ചില്ലായിട്ട് ചിലാക്സ് ഒക്കെ ചെയ്യണമെങ്കിൽ മിസ്സിനെ കൊണ്ട് അങ്ങനെ വീഡിയോസും കുറച്ച് സയൻസ് ചാനൽ, ഓക്കെ, നമ്മളൊരു സയൻസ് ചാനൽ തുടങ്ങാൻ ചെറിയ പ്ലാനൊക്കെ ഉണ്ട്. എക്സ്ട്രാ വീഡിയോസും അതിങ്ങനെ സിലബസ് സയൻസ് അല്ല കേട്ടോ. ഇപ്പം നമ്മൾ നാച്ചുറൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ, ലൈറ്റും ഫിനോമിന അങ്ങനത്തെ രസമുള്ള കാര്യങ്ങളൊക്കെ അത് ചെയ്യണതിലേക്ക് എന്താ നിങ്ങൾ കമന്റ്സിൽ പറയാം, ഞങ്ങൾ ചെയ്യും. പക്ഷെ നിങ്ങൾ ഫുൾ സപ്പോർട്ട് ഉണ്ടാവണം. അങ്ങനത്തെ ഫുൾ എക്സ്ട്രാ കാര്യങ്ങളും പിന്നെന്താ പഠിക്കുന്ന കാര്യങ്ങൾ എന്താണെങ്കിലും ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഇതൊക്കെ വേണമെങ്കിൽ എന്താ നിങ്ങളെ കമന്റ്സിലങ്ങ് അടിച്ച് പൊട്ടിക്കുക, കാര്യങ്ങളൊക്കെ പറയാം. ഞങ്ങൾ ഓരോരുത്തരും മിസ് പ്രത്യേകിച്ച് രാത്രി 3 മണിയൊക്കെ ഇരുന്നിട്ട് വായിക്കുന്നുണ്ട്. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് കാണിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ലാസ്റ്റ് ആയിട്ട് പറയുകയാണ്, ഉയരെ ബാച്ച് ജോയിൻ ചെയ്യണമെങ്കിൽ മിസ്സിന് ഒരു ഐഡിയ ഇല്ല അല്ലേ, ഇവിടെ അല്ലേ, ഇവിടെ എവിടെയെങ്കിലൊക്കെ നമ്പർ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനിയും കുറച്ച് സീറ്റ് ഉണ്ടാവും. വാട്സ്ആപ്പ് ചെയ്യണം. ഓക്കെ, വാട്സ്ആപ്പ് ചെയ്താൽ മതി. ഉയരെന്ന് അവർ കോൺടാക്ട് ചെയ്തോളൂ, എല്ലാ ഹെൽപ്പും ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ മിസ്സിന് എന്താണ് ഉപ്പിലിട്ട വാങ്ങാണല്ലേ? ഓക്കെ, നമുക്ക് ഉപ്പിലിട്ട മിസ്സിന് വാങ്ങിച്ചു കൊടുക്കാം. പുളി ഇല്ലാത്ത മിസ്സിന് വേണമെന്ന് പറയുന്നത്. അപ്പോൾ കോഴിക്കോട് നിങ്ങൾ ബീച്ചിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അല്ലേ, ഏതെങ്കിലും ബീച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ കാണാം, ഉപ്പിലിട്ട വാങ്ങിയാൽ കിട്ടും. അപ്പോൾ നമുക്ക് മിസ്സിനെ കൊണ്ട് ആണോ എന്നാ മിസ് ഇത് പറഞ്ഞോ. അത് നാരങ്ങയല്ല, ആദ്യം മധുരിക്കും പിന്നെ